മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് പഴം കൊണ്ടൊരു നെയ്യപ്പം ഉണ്ടാക്കാം. ആദ്യം പഴം പച്ചരി വെള്ളത്തിയിട്ട് കുതിർത്ത് അരച്ചെടുക്കുക. അപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ, പുളിപ്പിക്കണമെന്നില്ല. എന്നിട്ട് പഴവും കൂട്ടി അരച്ചെടുക്കുക. എന്നിട്ട് ഒരു കൊത്ത് തേങ്ങായി അതിടുക. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കുക. പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ചേർത്താലും മതി. ഈ ശർക്കര ഞാൻ ഉണ്ടാക്കിയ ശർക്കരയാണ്, തേങ്ങാവെള്ളം പറ്റിച്ചെടുത്ത ശർക്കരയാണ്. കണ്ടോ, ഇതാ ഞാനത് ചേർത്താണ് ഉണ്ടാക്കിയത്. നല്ല സൂപ്പർ ശർക്കര കണ്ടോ. തേങ്ങാവെള്ളം പറ്റിച്ചെടുത്തിട്ട് അത് ശർക്കര പോലെ ആക്കിയെടുത്ത് എന്നിട്ട് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം. നമുക്ക് അടുത്തതും അങ്ങനെ തന്നെ കോരി വെച്ച് കൊടുക്കാം. പഴവും തേങ്ങാവെള്ളം പറ്റിച്ചെടുത്ത ശർക്കരയും കൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏത്തപ്പഴം കൊണ്ട് ഏത്തപ്പഴം അടിച്ചെടുത്തു. അരി ആവശ്യത്തിന് ഞാനിപ്പം ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത്. അരി അരച്ചെടുക്കുക. എന്നിട്ട് ശർക്കര പിന്നെ എല്ലാവരും വാങ്ങുന്ന ശർക്കര, ഇത് ഞാൻ ഉണ്ടാക്കിയ ശർക്കരയാണ്, തേങ്ങാവെള്ളം പറ്റിച്ചെടുത്ത ശർക്കരയാണ്. എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്ത് ജീരകവും ഒരു കൊത്ത് തേങ്ങായും എല്ലാം കൂടെ ഇട്ടിട്ട് കലക്കി അടുപ്പിലേക്ക് അതിന് ഒഴിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ, കേരളം ബൈ ശോശാമ്മ. പുതുവർഷത്തിൽ പുതിയ നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കുന്ന നെയ്യപ്പമാണ്, എന്നാലും ഞാനുണ്ടാക്കിയ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ ഞാനും തന്നാലുണ്ടാക്കിയ ശർക്കരയാണ്. കണ്ടോ, തേങ്ങാവെള്ളം പറ്റിച്ചെടുത്ത ശർക്കരയും കൊണ്ട്. അടുത്ത നെയ്യപ്പമായി എങ്ങനെ തന്നെ കണ്ടോ. തേങ്ങാവെള്ളം കൊണ്ട് വറ്റിച്ചെടുത്തിട്ട് ആ ശർക്കരയിൽ ഏത്തപ്പഴവും ചേർത്ത്, ഏത്തപ്പഴവും പച്ചരി എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുണ്ടാക്കി നല്ല സൂപ്പർ നെയ്യപ്പം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ശോശാമ്മ കിച്ചൺ. നല്ല സൂപ്പർ നെയ്യപ്പം കണ്ടോ.